സക്കറിയ ജോർജ് നോക്കൂ, ഇവിടെ ഇപ്പോ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ 4 പ്രതികൾ സ്വാഭാവിക ജാമ്യം വാങ്ങി പുറത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും കോടതി പറയുന്നു ശരിയായ ദിശയിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഈ അന്വേഷണ റഡാറിലേക്ക് വന്നിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് ഏറ്റവും വലിയ കുരുക്കാകാൻ പോകുന്നത് LDF-നാണോ അതോ UDF-നാണോ? ഒരു സത്യം പറയാം, കോടതി ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാലും എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. എല്ലാ കോടതിയോടുള്ള ബഹുമാനത്തോടു കൂടി പറയാം, 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിയമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആ സ്പെഷ്യൽ ആക്ടും പ്രകാരം വിജിലൻസിനെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ SITക്ക് എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ വിജിലൻസിലും ലോക്കലിലും എല്ലാം ജോലി ചെയ്തവനാണ്, യാതൊരു അധികാരവും ഇല്ല അവിടെ പോയി റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട്. അത് വിജിലൻസിന് കൈമാറേണ്ടതാണ്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ലോക്കൽ പോലീസ് ചെയ്യേണ്ട ജോലി അല്ലെ SIT ചെയ്യേണ്ടത് അവരിൽ വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് മേജർ ലോയിൽ ഇതൊക്കെ കണ്ടുപിടിക്കാം, പക്ഷെ അത് അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്. അത് വിജിലൻസിന് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. വിജിലൻസിന് ചെയ്യേണ്ട ജോലി നമുക്കറിയാം. ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്യേണ്ട സർജറി ന്യൂറോ സർജൻ ചെയ്യില്ല. ന്യൂറോ സർജൻ ചെയ്യേണ്ട സർജറി ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ പറയുന്ന സിദ്ധാന്തം പോലെ ലോക്കൽ പോലീസിലെ SIT സ്പെഷ്യലൈസ്ഡ് ആണ്. അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മേജർ ക്രിമിനൽ ലോയിലുള്ള തട്ടിപ്പും കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത്. PC ആക്ടും പ്രകാരമുള്ള കേസ് കൈകാര്യം ചെയ്യേണ്ടത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ്. അതിൻ്റെ മേളിലും ഒരു DGP ഉണ്ട്, ഇവിടെയും ഒരു DGP ഉണ്ട്. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനാണ്. അത് ടോട്ടലി എംപവേർഡ് ആണ് അത് അന്വേഷിക്കാൻ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ്. എന്നാൽ CBI വരുവാണെങ്കിൽ അതിനകത്ത് അവർക്ക് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ACB ഉണ്ട്, അവർക്ക് സ്പെഷ്യൽ ക്രൈമും ഉണ്ട്. അപ്പോൾ അത് ആ ഏജൻസിക്ക് രണ്ടും അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അവരെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരവും അതുപോലെ PC ആക്ട് കൊണ്ട് അവരെ എംപവർ ചെയ്യുന്നുണ്ട്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാത്തത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് നമ്മുടെ നിയമവാഴ്ചയുടെ ഈ ഇന്ന് പോകുന്ന ആ യഥാർത്ഥ രീതികളെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതിൽ എംപവർ ചെയ്തവരെ ചെയ്യാൻ പാടുള്ളൂ. അത് കോടതി എന്തുകൊണ്ട് തീർച്ചയായും മേൽക്കോടതിയിൽ ഒരു പക്ഷേ ഈ കോടതി ഇടപെടലുകൾ അന്വേഷണത്തിൽ നടക്കുന്നതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം. ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത് ഈ അന്വേഷണമാണല്ലോ ശ്രീ സക്കറിയ ജോർജ്. അതിൽ ഇവിടുത്തെ ഏറ്റവും മേൽ ഉള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. അവിടെ SIT ശരിയായ വിധത്തിലാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇതുവരെ LDF നേതാക്കളായിരുന്നു അല്ലെങ്കിൽ CPM നേതാക്കളായിരുന്നു അവരുടെ റഡാറിലെങ്കിൽ അത് UDF-ലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രതികളായിട്ടുള്ളവർ ഈ പണം നിക്ഷേപിച്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ് SIT അന്വേഷണം എന്ന് കരുതണോ? അല്ല, ആരെ വേണേലും ചോദ്യം ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ചോദ്യം ചെയ്യുമ്പോൾ തീർത്തും നിരപരാധികളായ വ്യക്തികളാണെങ്കിൽ അവരുടെ മേളിലൊരു ക്ലൗഡ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ ഈ മനുഷ്യാവകാശമുള്ള ഒരു രാജ്യമാണ്. നമ്മൾ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ട്രീറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റി അഫക്ട് ചെയ്യാൻ പാടില്ല. ഇല്ലാത്ത ഒരാളിനെ വെറുതെ വിളിച്ച് ചോദ്യം ചെയ്യാനും ഹരാസ് ചെയ്യാനും ഭരണഘടന ഒരിക്കലും പോലീസിന് അധികാരം കൊടുത്തിട്ടില്ല. അത് BR കപൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എ കൺട്രി ഹാവിംഗ് എ റിട്ടൺ കോഡ് ഈസ് സുപ്രീം, നോബഡി ഈസ് എബോവ് ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പോലീസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേളിലൊന്നും അല്ല. അപ്പോൾ പോലീസ് ഈ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് കോടതിയുടെ കാര്യത്തിലും പറയാനുള്ളത്, 1998 TDP നമ്പർ 5/1998 സ്വാമി ഭൂവാനന്ദ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കേസുണ്ടായിരുന്നു. അതിൻ്റെ 8ാമത്തെ പേജിൽ 15ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, വൺസ് ദ ഗോൾ കവറിംഗ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി അതോറിറ്റീസ് കൺസേൺഡ് ടു പ്രൊവൈഡ് നെസസറി സെക്യൂരിറ്റി ആൻഡ് ദാറ്റ് ഈവൻ സ്പെൻഡിങ് ഓഫ് മണീസ് ഫോർ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഈസ് ഇന്നവിറ്റബിൾ. 98 നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാന്യായ യശസ്വീനായ നായനാർ സാറിന്റെ 3ാം മന്ത്രിസഭ ഇതായിരുന്നു. അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിരുന്നു എന്ന് നമുക്ക് അടുത്ത 99 ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് കൊണ്ട് പറയാം.
delay Hello? in complaining the court direction in Hello? time content of court cases. Hello? അത് കണ്ടന്റ് ആണ്. സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2016 ജനുവരി 27 ഒരു വിധി വന്നു. അത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെയും അതുപോലെ അനു ശിവരാമൻ മാഡത്തിന്റെയും വിധിയാണ്. അതിന് ആദ്യം വന്നത്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം തരണം. അടുത്തത് ആദ്യത്തെ ചെയ്തത് സുപ്രീം കോടതി ജഡ്ജായി പോയ AR ലക്ഷ്മണൻ സാറും പിന്നെ പരേതയായ പിന്നെ ശ്രീദേവി മാഡമായിരുന്നു. രണ്ടാമത്തേതിനകത്ത് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറും അടുത്തത് ശിവരാമൻ മാഡമാണ്. മൂന്നാമതൊരു വിധി വന്നു. അത് ഒരു ഗണപതി എന്ന് പറഞ്ഞ ഡോക്ടർ S ഗണപതി ഇട്ട കേസാണ്. അതിന്ന് ചെയ്തത് പിന്നെ റോയ് സാറ്, അദ്ദേഹം പിന്നീട് ചീഫ് ജസ്റ്റിസായി ഋഷികേഷ് റോയ്, അതുപോലെ ജയശങ്കർ നമ്പ്യാരും ഉണ്ട്. അതിനകത്ത് ശബരിമലയിലെ താന്ത്രിക് റൈറ്റിനെ പറ്റിയും അയ്യപ്പന്റെ തിരുവാഭരണമെല്ലാം പന്തളം കൊട്ടാരത്തിനെ ഏൽപ്പിച്ചത് തിരിച്ചു പിടിക്കണമെന്നും ദേവസ്വം ബോർഡിനെ, അപ്പം തിരുവാഭരണം ഇന്ന് ഇരിക്കുന്നതിന്റെ കാരണം ശബരിമല വരാത്തതുകൊണ്ടാണെന്ന് നമുക്ക് ബുദ്ധിയുള്ള, അല്ലെ സാധാരണ നമ്മുടെ ചർച്ചകളിലെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനകത്ത് 5 പ്രയറാണ് പ്രധാനമായിട്ട്. അവിടെ സാധാരണ പിന്നെ പൂജാരിമാരെ കയറ്റണം, താന്ത്രിക് റൈറ്റ്സ് മാറ്റണം, പന്തളം കൊട്ടാരത്തിന് അയ്യപ്പന്റെ മേലുള്ള ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമല്ലല്ലോ. ഇതൊക്കെ തടയാൻ പറ്റുന്ന മാർഗങ്ങൾ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണല്ലോ താങ്കൾ വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും ആംഗിളും അതല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെടുന്നത്. 98 കോടതി വിധിയിൽ പിടിച്ചു വേണം ചെയ്യാൻ. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഒരു വ്യാജ ചെമ്പോലെ ഇറങ്ങി മോൻസന്റെ അവിടുന്ന്. എന്തിനാണ് അത് പടച്ചുവിട്ടത്? നമ്മുടെ ബഹുമാനപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.